ഹായ് വെൽക്കംസ് ടു ഏതൻസ് ഫുഡ് കോർട്ട്. ഏവർക്ക് ഏതൻസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രിവാൻഡ്രത്തേക്ക് ഒരു ബാപ്റ്റിസത്തിന് പോവാണ്. അപ്പോൾ ഓൾറെഡി ട്രിവാൻഡ്രത്തേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ആ ബാപ്റ്റിസത്തിന് പോകുമ്പോൾ അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി ഏതൻസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ ബാപ്റ്റിസം എല്ലാം കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് ഞങ്ങൾ ഒരു സൂയിലേക്കാണ് പോയത്. അപ്പോൾ ഫസ്റ്റ് അവിടെ ഉള്ളിലേക്ക് കുറച്ച് എൻട്രൻസ് ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക, പല ടൈപ്പ് ആയിട്ടുള്ള ബേർഡ്സുകളെയാണ് കാണുന്നത്. കുറച്ച് നന്നായി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമ്മുടെ കമ്പാരിറ്റീവ്ലി തൃശ്ശൂർ സൂവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ട്രിവാൻഡ്രം സൂവിൽ കുറച്ചധികം കാണാനുണ്ട് അതിൽ. അപ്പോൾ അതാണ് ഇത് മെയിനായിട്ട് അതിൽ കാണിക്കുന്നത്. ബംഗാൾ കഴുകൻ, മോളില് പിന്നെ നമ്മളിങ്ങനെ ഒരു അവിടെ ഫസ്റ്റ് തന്നെ വരുമ്പോൾ തന്നെ കുറേ എക്സ്പ്ലോർ ചെയ്യാനുള്ള കാരണം നമുക്കൊരു വണ്ടി പോലെ ഉണ്ടാവും. അപ്പോൾ അതിലെല്ലാവരും കയറിയിട്ട് അവർ റൗണ്ട് അടിച്ച് നമുക്ക് കാണിച്ചു തരാണ്. കാരണം നമ്മൾ നടന്ന് പോയി കാണുകയാണെങ്കിൽ എല്ലായിടത്തേക്കും വന്നെത്താൻ പറ്റില്ല. ഫുള്ളായിട്ട് നമുക്ക് ഒരു 1 hour 1.5 മണിക്കൂറിനുള്ളിൽ എക്സ്പ്ലോർ ചെയ്ത് അവർ കാണിച്ചു തരുന്നതാണിത്. ഇവിടെ പല ക്രൊക്കോഡിൽസിനെ കുറേ ടൈപ്പ് ഉണ്ട് ഇതിൽ. നമ്മൾ ഇത്രയും അടുത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും വളരെ എന്താ പറയുക, വളരെ അത്ഭുതകരമായിട്ടാണ് ഇപ്പോൾ മോനെ കൊണ്ടുപോയപ്പോൾ തന്നെ അവന് നോക്കുമ്പോൾ കണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇവിടെ മെയിനായിട്ട്. പിന്നെ മെയിനായിട്ട് എന്ന് പറയുന്നത് അവിടെ ഒരു വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൽ കുറേ കൊക്ക് പോലത്തെ കുറേ വെറൈറ്റി ആയിട്ടുള്ളതുണ്ട്. പക്ഷെ അത് നമ്മൾ അവിടെ നിന്ന് നീറ്റിൻ്റെ അവിടെ നോക്കുമ്പോൾ അവരെ കാണാൻ നല്ല രസമാണ്. അവരുടെ ഫെദറാണെങ്കിൽ പോലും ബ്ലാക്കും എൻഡിങ്ങിലായിട്ട് റെഡിഷായിട്ടും. പിന്നെ അവർ ബേഡ്സുകളുടെ അടിയിൽ നിന്നും കുറേ പേര് വെള്ളം കുടിച്ച് മുകളിലേക്ക് പറക്കണതും അതിൻ്റേതായ നല്ല നേച്ചർ ഒരു ആംബിയൻസ് ഉള്ളൊരു സൂ തന്നെയാണ് കേട്ടോ അത്. അവർക്ക് മുകളിലേക്ക് പറന്ന് പോകാനായിട്ട് പറ്റില്ല. മുകളിൽ ഓൾറെഡി നെറ്റ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഹൈയിൽ പറന്ന് പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. പിന്നെ മെയിനായിട്ട് എന്ന് പറയുന്നത് ഈ ഏരിയകൾ കഴിഞ്ഞ് കണ്ടറിയാം നമുക്ക്. വലിയൊരു ഏരിയയാണ് ഇതിന് മാത്രമായിട്ട്. പിന്നെ നമ്മൾ കാണുന്നത് വേറൊരു ഏരിയയിലുള്ള ഇതിൽ ഉള്ള പല ടൈപ്പിലുള്ള മൃഗങ്ങളെയാണ്. അതിൽ വെള്ളത്തിൽ നിന്ന് അവർ പൊന്തി വന്ന് അങ്ങനെയുള്ള കുറേ നല്ല രീതിയിൽ ആണ് ഞാൻ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള സൂ സെറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കരടി ഇങ്ങനെ, അതായത് അവിടെ ആ സമയത്ത് ഞങ്ങൾ ഉള്ളപ്പോൾ ഒരു കരടി ഭയങ്കര മറ്റേ കരടിയായിട്ട് തല്ലുകൂടി കഴിഞ്ഞിട്ട് അടിയിലിരുന്ന് ഭയങ്കര ഇങ്ങനെ ദേഷ്യം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പക്ഷെ നമുക്കത് നോക്കുമ്പോൾ തോന്നും ഞാനത് ചാടി നമ്മുടെ അവിടേക്ക് വരുമെന്നുള്ളൊരു ഇതൊക്കെ നമുക്ക് തോന്നും. പക്ഷെ വളരെ നല്ല ഇതിൽ അവരെ കുറച്ചും കൂടി നമുക്ക് അടുത്തു നിന്നും കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഹിപ്പോപ്പൊട്ടാമസുകാർ ഞങ്ങൾ വരുമ്പോൾ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും എന്താ പറയുക, നല്ല ഇണക്കായിട്ട് നിൽക്കുന്ന ഒരു ഇതായിട്ടാണ് കണ്ടത്. മറ്റത് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു ഇതിൽ കാണപ്പെടുന്നതല്ല. പിന്നെ കുറേ മാനുകളെയാണ് നമ്മൾ കാണുന്നത്. ട്രാവൽ ചെയ്തിങ്ങനെ നമ്മൾ പോകുമ്പോൾ മാനുകളോട് പുല്ല് തിന്നുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മുടെ വണ്ടിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അവിടെ മെയിനായിട്ട് കാണുന്നത് നല്ലൊരു ഗ്രീനായിട്ടുള്ള നല്ലൊരു ആംബിയൻസും കാര്യങ്ങളാണ് കാണുന്നത്. പിന്നെ കുറേ ഇങ്ങനെ മാനുകളും അതുപോലെ പുള്ളിമാനൊക്കെ ഇല്ലേ, അങ്ങനത്തെ മാനുകളൊക്കെ ഉള്ളതൊക്കെയാണ് മെയിനായിട്ട് നമ്മളതിൽ കണ്ട് വരുന്നതായിട്ട് മെയിനായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ടൈഗറിനെയാണ്. ടൈഗർ പുള്ളിക്കാരൻ ഇവിടെ മുകളിൽ
കയറി ഇരുന്ന് ഇവിടെ വിശ്രമിച്ചിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ടൈഗറിൻ്റെ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് മെയിനായിട്ടെന്ന് പറയണത് സിംഹത്തിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ട്രാവൽ ചെയ്ത വണ്ടിയിൽ തന്നെ ഞങ്ങൾ പോകുമ്പോൾ പല ടൈപ്പിലുള്ള നമ്മുടെ ലവ് ബേർഡ്സ് അങ്ങനത്തെ ബേർഡ്സുകൾ, പിന്നെ സ്നേക്സ്, പല ടൈപ്പുള്ള സ്നേക്സുകളൊക്കെയാണ് നമ്മൾ മെയിനായിട്ടായിട്ട് കാണുന്നത്. അതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അവർ നല്ല സെറ്റിങ്ങൊക്കെ ചെയ്തിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി നമ്മൾ എക്വേറിയം ആണെങ്കിൽ പോലും നല്ല രസകരമായിട്ടാണ് ഈ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത്. എനിക്കിത് ഒരുപാട് ഇഷ്ടമായിട്ടോ, ഈ എക്വേറിയത്തിൻ്റെ സെറ്റിങ്സും അതുപോലെ തന്നെ ഈ സ്നേക്സിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഞങ്ങൾ ഈ സൂവിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 2-3 പോർഷൻ വരുന്നുണ്ട്. സൂ ഒരുപാട് കൂടുതലുണ്ട്. അത് ഫിഷിൻ്റെ ഒരു അക്വേറിയത്തിൻ്റെ വേറൊരു ഏരിയ ഉണ്ട്. അവിടെ ഞങ്ങൾ വന്നപ്പോൾ കണ്ടിരുന്ന ഒരു പോർഷൻ ഇത് പറഞ്ഞത്. അല്ലാണ്ട് വേറൊരു പോർഷൻ കൂടി അതിൽ വരുന്ന നമുക്കൊരു മിനി തിയേറ്റർ വരുന്നുണ്ട് അവിടെ. പിന്നെ ഒരു മെയിനായിട്ട് എൻ്റെ അറിവിൽ വരുന്നതെന്ന് പറയുന്നത് ഒരു മ്യൂസിയം വേറെ വരുന്നുണ്ട്. അതായത് ഈ സൂവിൻ്റെ ഉള്ളിൽ തന്നെ പല പോർഷൻസാണ്. ആ സൂവിൻ്റെ സൈഡിലായിട്ട് ഒരു ഫിഷ് അക്വേറിയം ഉണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു 3D തിയേറ്റർ പോലെയാണുള്ളത്. പിന്നെയാണ് ഒരു ലൈക്ക് ഈ മെയിനായിട്ടെന്ന് പറയണത് പുരാവസ്തുവിൻ്റെ ഒരു കാര്യങ്ങളുമുണ്ട്. എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ശില്പി നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ മോളിൽ നിന്നിട്ട് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അക്വേറിയമൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നതും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് മെയിനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ കുറേ ഇങ്ങനെ ചെറിയ വെള്ളച്ചാട്ടം പോലെ ഉള്ള സെറ്റിങ്സും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കാണുന്നത് അവിടെ സിംഹം മരം കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതെങ്ങാനും മരം കയറി മുകളിൽ പുറത്തേക്ക് ചാടും. കാരണം അതിനെ കുറേ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് കടക്കാൻ പറ്റില്ല എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ധൈര്യത്തിലിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഇതുപോലെ വണ്ടിയിൽ ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഞാൻ കണ്ടു. അത് കഴിഞ്ഞിട്ടുള്ള ഏരിയയാണ് ഈ നേച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. ഇത് നല്ലൊരു ഞങ്ങൾ കയറി വരുന്ന എൻട്രൻസിലാണ് ഞങ്ങൾക്കൊരു കുറച്ച് പിള്ളേരുകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ക്വിസ് കോമ്പറ്റീഷൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ പ്രൈസ് കിട്ടി. അപ്പോൾ എനിക്ക് ഓൾറെഡി എൻട്രി പാസ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി, അതിലൊരു ഗിഫ്റ്റായിട്ട്. പിന്നെ അതിൽ കയറി വരുമ്പോൾ തന്നെ കുറേ ഏരിയകളുണ്ട്. ആദ്യം നമ്മൾ കയറി വരുമ്പോൾ ഇങ്ങനെ മൃഗങ്ങളുടെ ഓരോ ശില്പങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ അതും നല്ല രീതിയിലാണ് കേട്ടോ അത് സ്കൾപ്ചേഴ്സൊക്കെ ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് പറയുന്നത് അത്രയും നല്ല രീതിയിലാണ് അവരത് ചെയ്തേക്കുന്നത് തന്നെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയി മുകളിലേക്ക് കയറുന്ന ഭാഗത്ത് ടൈഗറിൻ്റെയും അതുപോലെ തന്നെ ഈ ഡൈനോസർ അതിൻ്റെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഇതൊക്കെ ചെയ്ത് കാണുമ്പോൾ നല്ല രസമാണ്. പിന്നെ നമ്മൾ കയറി പോരുമ്പം പല ടൈപ്പുള്ള മൃഗങ്ങളുടെ ഫീച്ചേഴ്സും കാര്യങ്ങൾ, അതായത് അതിൻ്റെ മെയിനായിട്ടുള്ളത്. പിന്നെ മാമൽസ് ഗാലറിയാണ് പിന്നെ വരുന്നത്. അവിടെ പോയി കഴിഞ്ഞ് പല ടൈപ്സുള്ള ഇത് കാണിക്കുന്നുണ്ട്.
പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മെയിനായിട്ട് നമ്മളതിൽ കുറേ കാണാനുണ്ട് മെയിനായിട്ട്. നമ്മളിപ്പോൾ അവിടെ വരികയാണെങ്കിൽ സൂ മാത്രമല്ല കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. ഇതിനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റാണ് കേട്ടോ വരുന്നത് ഈ ഹിസ്റ്റോറിക്കൽ മ്യൂസിയത്തിനാണെങ്കിൽ. അത്രയും നല്ല രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ കാണിക്കുന്നത് ആഫ്രിക്കൻ സോണ്, അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ടൊക്കെയായിട്ടാണ് ഇതിൽ മെയിനായിട്ട് തിരിച്ചിട്ടുള്ളത്. പിന്നെ അമേരിക്കൻ സോൺ, അങ്ങനെ ഡിഫറെൻ്റായിട്ടാണ് ഓരോ ഇതിൽക്കും സ്പെസിഫൈ ചെയ്തിട്ട് അവർ കാണിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് പോകുമ്പോൾ തന്നെ അവിടെ കുറേ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പുള്ള ഓരോ കാറ്റഗറീസ്, ഇതൊക്കെ എനിക്ക് വളരെ ഇത് കണ്ടപ്പോൾ നൊസ്റ്റാൾജി ഫീൽ ചെയ്തായിരുന്നു. പണ്ട് കാലത്ത് ഊഞ്ഞാലാടുന്നത്, അതുപോലെ സൈഡിൽ ഇൻസ്ട്രുമെൻറ്റ്, അതുപോലെ വിളക്ക്, അങ്ങനെ കുറേ ഉള്ളത്. പിന്നെ നമ്മൾ പോകുന്നത് സ്കെലിട്ടൻ്റെ ഒരു ഇതാണ്, മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഒക്കെ സ്കെലിട്ടൻസ് മാത്രമുള്ള ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. നമ്മൾ കൊക്കിൻ്റെ, അതുപോലെ ടൈഗറിൻ്റെ, ഡൈനോസറിൻ്റെ, മനുഷ്യൻ്റെ സ്കെലിറ്റൻസ് കണ്ടോ, ഡിഫറെൻ്റ് ടൈപ്പായിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് കാണുന്നത്. എന്നാലും നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയിരുന്നു. നല്ല